ഇതാണ് നിന്റെ പാട്ടുകാരി ചേച്ചിയുടെ പേരെന്താണ്? ഗീത ചേച്ചി. ചേട്ടൻ പാട്ട് മുഴുവൻ കേട്ടോ? കുറച്ച് കേട്ടു. ഇതിലും നല്ല പാട്ട് പാടാൻ ചേച്ചിക്ക് അറിയാം. ഒന്നുണ്ടായിരിക്കും. ശോഭ പറഞ്ഞത് സത്യമാണ്. പാട്ട് കേട്ടുകൊണ്ട് നിന്നപ്പോ ഞാൻ വേറൊരു ചിത്രമോർത്തു. വെള്ളവസ്ത്രങ്ങളും ഭസ്മക്കുറിയും കയ്യിലൊരു തമ്പുരുവും കൂടി ഉണ്ടെങ്കിൽ തികച്ചും ഒരു ഭക്തമീര. എല്ലാം തികഞ്ഞ സന്യാസി. അമ്മ പറയും ഗീത ചേച്ചി സന്യസിക്കാൻ പോവാണെന്ന്. ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ ജീവിതത്തിൽ നിന്ന് ഓടിച്ചോടുന്നത്? ഞാൻ പോകുന്നു. ശോഭേ, മുൻപ് ഞാനിവിടെ വന്നപ്പോ നിന്റെ പാട്ടുകാരി ചേച്ചി കണ്ടിട്ടില്ലല്ലോ. ചേച്ചി ഇവിടെ വന്ന് 1 മാസമേ ആയുള്ളൂ. സ്കൂളിൽ മാറ്റമായി വന്നതാ. ടീച്ചറാ, എന്റെ വലിയ ഫ്രണ്ടാ. ഓ, അത് ശരി. ആ കാണുന്നതാ ചേച്ചിയുടെ വീട്. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പോകാം. അമ്മാവന്ന് ക്ലിനിക്കിൽ പോയില്ലേ? അവിടുന്ന് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. ഇന്ന് 10-ലേറെ തിരക്കായിരുന്നു. ഇപ്പോഴാ ഒന്ന് കൈ ഒഴിഞ്ഞത്. കുടിക്കാൻ ചായ കാപ്പി കേട്ടല്ലോ. എനിക്ക് ഒന്നും വേണ്ട. ഇതൊരു തീർത്ഥാടനമൊക്കെ കഴിച്ചെന്ന് കേട്ടല്ലോ. അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. വയ്യാന്ന് പറഞ്ഞാൽ അമ്മ കരയും. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്കത് ഒരു പ്രൊഫഷണൽ കൂടിയായിരുന്നു. അല്ലാതെ നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല അല്ലേ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ തർക്കിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാറില്ല. ക്രമേണ നീയും വിശ്വസിച്ചോളൂ. അമ്മാവനും ഡോക്ടറായിട്ട് കൂടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സങ്കടം. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അനുഭവമുണ്ട്. ശരീരശാസ്ത്രം പഠിച്ച ഒരാൾക്ക് വിശ്വാസിയാകാതിരിക്കാൻ സാധ്യമല്ല. എന്റെ ചികിത്സകൾക്കും അതീതമായി എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. എക്സ്പീരിയൻസ് ഇസ് ദ കോസ്റ്റ്ലിയസ്റ്റ് ഗുഡ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ഈ അരിച്ചേട്ടൻ എപ്പോഴും എങ്ങനെയാണ് എല്ലാവരോടും തർക്കിക്കും. നമ്മുടെ ജീവിതത്തോട് എന്തോ പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ കുട്ടി സന്യസിക്കാൻ പോവുകയാണ്. ഇത്രയും ചെറുപ്പത്തിൽ അത് വേണമെന്ന് ഞാൻ ചോദിക്കും. ഹരി, അവിടെ അങ്ങനെയാകാതെ വേറെ എന്ത് ചെയ്യും? വീട്ടിൽ അവിടെ ഘോരമായി ചുറ്റും. അവൾ വിധവയാണ്. അവളുടെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിയുന്നതേ ഉള്ളൂ. നാളാവുന്നില്ലേ? നേരം വെളുത്തിട്ടും കിടന്നുറങ്ങാൻ. എഴുന്നേക്ക് ചേട്ടാ. ഉപദ്രവിക്കാൻ പോകട്ടെ. മനസ്സില്ല. എഴുന്നേക്ക് ചേട്ടാ. ശല്യപ്പെടുത്താതെ പെണ്ണേ. അടിവെക്കുന്നുണ്ടല്ലോ. പിന്നെ കുറെ അടിക്കും. പോയാ പറഞ്ഞത്. അമ്മേ കാപ്പി. സരസ്വതി, എന്തോ കാപ്പി എടുത്തോണ്ട് വാ. ഹലോ, എന്താണെന്ന് അവർക്ക് ഇത്ര ഗൗരവം? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മോളെ? ഞാൻ ഹരിച്ചേട്ടൻ മിണ്ടില്ല. എന്താണാവോ കാരണം? വിളിച്ചോളട്ടെ. എന്നെ എന്തിനാ അടിക്കുമെന്ന് പറഞ്ഞേ? അടിക്കുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അടിച്ചില്ലല്ലോ. എന്നാലും എന്തിനാ അങ്ങനെ പറഞ്ഞത്? തൽക്കാലം എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്ത് ഫൈൻ വേണമെങ്കിലും തരാം. ടോള് കാണിക്കൂ. ഓ, ഹരിയുടെ കല്യാണത്തിന് വേണ്ടി നീ കിടന്ന് ഇങ്ങനെ തിരക്ക് പിടിക്കുന്ന എന്തിനാ? ഹരിക്ക് കൂടെ തോന്നണ്ടേ ഈ തിരക്ക്? ഒറ്റയ്ക്ക് വീട്ടിൽ താമസിച്ച് മടുത്തു ചേട്ടാ. എന്ന് വെച്ച് ഏതെങ്കിലും പെണ്ണിനെ കെട്ടിവലിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കൂ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതായാലും വേണ്ടില്ല, കൊണ്ടുവന്നാ മതി. ഇനി അവന് വേണ്ടി പെണ്ണ് കാണാൻ ഞാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു 16 പെൺകുട്ടികളെങ്കിലും അവന് വേണ്ടി ഞാൻ കണ്ടു. ഒരെണ്ണവും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അവൻ ഇഷ്ടപ്പെട്ടത് കണ്ട് വന്ന് എന്റെ അടുത്ത് പറയട്ടെ. അപ്പൊ ഞാൻ പോയി കാണും. നീ ഇതുവരെ പുറപ്പെട്ടില്ലേ പെണ്ണെ?
ഹരിച്ചേട്ടൻ വന്നില്ല. ആ അരിച്ചേട്ടൻ വരാൻ താമസിച്ചു. നീ പോയി കുപ്പായം മാറിയിട്ട് വാ, നിനക്ക് നാളെ സ്കൂളുള്ളതാ. എന്താ ചേട്ടാ ഈ ചുമ അങ്ങോട്ട് വിട്ടു മാറുന്നില്ലല്ലോ? ആ നീ മഴച്ചാറ്റിലൊക്കെ നടന്നിട്ടായിരിക്കും, മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. MST 2435 ഫിയറ്റ് കാറിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാ. ഞാനാ 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 നല്ലവൾ. ഇതിന്റെ കീ ഒന്ന് തരാമോ? എന്തിനാ? ഒരു ട്രയൽ നോക്കാനാണ്. അത്യാവശ്യമാണ്. അതെ. എന്നാ പിടിച്ചോ. ഹരി എവിടെ പോയിരിക്കാനെന്ന്? അവൻ വന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലോട്ട് ഫോൺ ചെയ്തപ്പോ ഇവിടെ യാത്ര പോയിരിക്കാണ്. അവൻ അമ്പലത്തിൽ പോയതായിരുന്നു. ഹരിയോ? ആ അവനിഷ്ടമുണ്ടായിട്ട് പോയില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ നേർന്നൊരു വഴിപാടുണ്ടായിരുന്നു. നിർബന്ധിച്ചപ്പോ പോകാമെന്ന് സമ്മതിച്ചു. ഏതായാലും അത് നന്നായി. അവന്റെ ഈ നിഷേധിത്തരം കാണുമ്പോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല ആന്റണി. എത്ര പറഞ്ഞിട്ടും അവന് സ്വഭാവമൊട്ട് മാറ്റുന്നുമില്ല. അതുകൊണ്ടൊന്നും അമ്മ വിഷമിക്കണ്ട. ഹരിക്ക് ഒരാപത്തും വരും. ആപത്തൊന്നും വരില്ലെന്ന് നീ അവന്റെ ജാതകം നോക്കി പറഞ്ഞപ്പോ മുതലാ എനിക്കൊരു സമാധാനം കിട്ടിയത്. അന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവന്റെ കല്യാണക്കാരി ഒന്നും ശരിയായില്ലല്ലോ. എത്ര ആലോചനകളാ വരുന്നത്. ഒന്നിനും ജാതകം ശരിയാവില്ല, അല്ലെങ്കിൽ അവന് പെണ്ണിനെ പിടിക്കില്ല. അവന്റെ പ്രായമായവർക്കൊക്കെ 3-4 കുട്ടികളായി. ഒന്നും വിഷമിക്കാതിരിക്കും. ഹരിയുടെ വിവാഹം ഉടനെ നടക്കാനാണ് സാധ്യത. പറ്റിയ ഒരു പെൺകുട്ടിയെ അയാൾ തന്നെ നോക്കുന്നു. ഹലോ മിസ് ആന്റണി. എന്താണോ പ്രവാചകൻ അടിച്ചു വിടുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ഥിരം വിഷയം തന്നെ. തന്റെ കല്യാണക്കാരി.
പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയാൽ അതിനെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെണ്ണിനെ കണ്ടുമുട്ടണ്ടേ? താമസിട്ട് വളരെ നേരമായി. ഇപ്പൊ ഒന്നേ ഉള്ളു. അമ്മയായിട്ട് ഞാൻ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. തനിക്ക് വിഷയമൊന്നും വേണ്ടല്ലോ. ആകാശത്ത് ചന്ദ്രൻ, നക്ഷത്രാദികൾ, സൂര്യനുമുണ്ടല്ലോ. പിന്നെ ധാരാളം പേരുടെ ജാതകം. അമ്മയെ ഞാൻ നിർത്തുന്നു. എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഇവനെ കാപ്പി കുടിക്കണ്ട. അമ്മ പോയി വേഗം കൊണ്ടുവരണം. ഞാനതങ്ങ് മറന്നു. നിങ്ങളിരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എടോ തന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ. താൻ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. എവിടെ വരാനാ? ജോലിയല്ലോ ജോലി. എന്റെ കാറ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു സ്റ്റണ്ട് സിനിമയിലെ നായകനെ പോലെ സാറിന് പെരുമാറേണ്ടി വന്നു അല്ലേ? അല്ലാതെന്ത് ചെയ്യും? പിന്നെ ശാന്തി, ഒരു കാര്യം. എന്താ? ശാന്തി എന്നെ സാറെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെന്ത് വിളിക്കും? ഹരിച്ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് അവകാശമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ അവകാശം പിടിച്ചു വാങ്ങണം. ഹരിച്ചേട്ടാ. ശാന്തി, കുറെ കാലമായി ഞാൻ അന്വേഷിക്കായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു മുഖം കണ്ടെത്താൻ. അപ്പോൾ അന്വേഷണം എന്നിൽ അവസാനിച്ചു എന്നാണോ? തൽക്കാലം അങ്ങനെയാണ് തീരുമാനം. പിന്നെ മനുഷ്യനല്ലേ, മനസ്സ് മാറിക്കൂടുന്നില്ലല്ലോ. എന്റെ അല്ല, പിന്നെ നിന്റെ. അതേ ജന്മമുണ്ടാവില്ല. ശാന്തി, ഏതായാലും നീ അമ്പലത്തിൽ പോകാൻ താല്പര്യം കാണിച്ചുടനെ തന്നെ ഭഗവാൻ നിനക്ക് മനസ്സിലാക്കി ഒരു പെണ്ണിനെ കാണും. ഇതിനും ഭഗവാനെ കക്ഷി ചേർക്കണോ? ഇത് ഭഗവാന്റെ കാര്യം സമ്മതിച്ചു. എനിക്ക് ഉടനെ ആ പെൺകുട്ടിയെ കാണണം. എന്താ അവളുടെ പേര്? ശാന്തി. പിന്നെ അവളുടെ ജാതി ഏതെന്നും മതം ഏതെന്നും ഞാൻ അന്വേഷിച്ചില്ല. അമ്മയും അന്വേഷിക്കരുത്. ഇല്ല, നിന്റെ ഭാര്യ ആയിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്ന മാത്രം. അത് അമ്മ തന്നെ കണ്ടെങ്കിൽ തീരുമാനിച്ചു വെച്ചാൽ മതി. ഞാൻ ചേട്ടന് ഉടനെ അമ്മേ, അമ്മാവൻ എന്നെ ഇന്ന് ഓഫീസിൽ ഫോൺ വിളിച്ചിട്ടുണ്ട്. ശോഭയ്ക്ക് എന്നെ കാണണമെന്ന്. ഞാൻ നാളെ തന്നെ പോകുന്നു. അപ്പൊ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് വയ്യ, ഇങ്ങനെ മരുന്ന് കുടിക്കാൻ. കൊഞ്ചാതെ മരുന്ന് കഴിക്കുവാളെ. ഇങ്ങനെ മരുന്ന് കുടിക്കാതെ എങ്ങനെയാ മോളെ സോപ്പിട് മാറി? ഒന്നുകൂടി. ഇവൾക്ക് ഇപ്പോഴും പനിക്കുന്നുണ്ടല്ലോ. പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഇത്തരം പനി 2-3 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന ശോഭയുടെ അച്ഛൻ പറഞ്ഞത്. സമയമുണ്ടായി. മണി 4. എന്തിനാ നീ സമയം അന്വേഷിക്കുന്നത്? സമയം ഇത്രയായിട്ടും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഈട് സ്കൂൾ വിട്ട് വന്നിട്ട് വേണ്ട മോളെ ഇങ്ങോട്ട് വരാൻ. ഇന്നലെ മിനിയാന്ന് ഇവളുടെ നിർബന്ധ പ്രകാരം അവൾ ലീവ് എടുത്തു. ഹരിച്ചേട്ടന് അടുത്തുണ്ടെങ്കിൽ എന്തൊരു സുഖമാണ്. അതെ അതെ, നിന്റെ ഈ നിസാര പനിക്ക് അവര് 2 പേരും ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കും. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. തങ്കമ്മേ, ഒരു കപ്പ് കാപ്പി തന്നാൽ കുടിക്കാം. അരി കുടിച്ചോ? കുടിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു. കുറേ നേരം കാത്തിരുന്നു. നിന്നെ കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോന്നു. അമ്മ പറഞ്ഞു. മോൾ മരുന്ന് കുടിച്ചോ? ഹരി, എന്താണ് മാവ? അവിടെ വന്നാൽ നിന്റെ അമ്മയുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. എന്താ? ഞാൻ നിന്നോട് കാര്യമായി ചോദിക്കാം. നിനക്കൊരു വിവാഹം കഴിച്ചാലോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കഴിക്കേ. ആവാം, വിരോധമില്ല. ഇത് നീ എപ്പോഴും പറയാറുള്ള. ഇത്തവണ എങ്ങനെയായിരുന്നു? എന്താ, ആരെങ്കിലും കണ്ടുവച്ചെന്താ? അടുത്ത് തന്നെ ഞാൻ അമ്മാവനോട് പറഞ്ഞു. അമ്മാവ, ശോഭയ്ക്ക് എന്താണ് അസുഖം? ഇപ്പോഴും പനിക്കുന്നുണ്ടല്ലോ. ഒരു തരം പാരാടൈഫോയിഡ് ആണ്. സാരമില്ല. കുറച്ചു നാളായല്ലോ തുടങ്ങിയിട്ട്. കുറവുണ്ട്. മോളെ അമ്മാവൻ തന്നെ ചികിത്സിക്കണോ? അതെന്താ? അല്ല, സ്വന്തം ആളുകൾക്ക് രോഗം വന്നാൽ സാധാരണയായി മറ്റുള്ളവരെ കൊണ്ട് ചികിത്സിക്കുകയാണ് പതിവ്. നമുക്ക് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ശിവരാമനെ കൊണ്ട് ചികിത്സിപ്പിച്ചാലോ? നല്ല ഡോക്ടറാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി. ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ അറിയിച്ചോളാം. നീ ഇന്ന് തന്നെ പോകുന്നു? ഞാൻ ഉടനെ പോകുന്നു. പടമുണ്ടോ? ഗംഭീരപടം. അല്ല, നിന്നെ കിഴിച്ചേക്ക് വന്നില്ലടി മോളെ? ഞാൻ എത്ര നേരം ജീവിച്ചിരിക്കുന്ന കാത്തിരിക്കുന്നു. ഫോൺ വിടണ്ടേ മോളെ? മോള് മരുന്ന് കഴിച്ചോ? കഴിച്ചു. അപ്പൊ ഞാൻ വരട്ടെ മോളെ. ശരി. വരട്ടെ.
മോളെ തലവേദന എടുക്കും അധികം വായിക്കരുതേ